ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ഒരു കാര്യം വ്യക്തമായി, എനിക്ക് തോന്നുന്നത് സംഘികൾക്കിടയിൽ വിവരവും ബുദ്ധിയുമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ബോധ്യമായിട്ടുണ്ടാകും. അവർ പക്ഷെ ഇതൊന്നും തുറന്നു പറയാൻ തയ്യാറാവുകയില്ല, കാരണം ഭരണം അവരുടെ കയ്യിലാണല്ലോ. അവർക്കിടയിൽ ബോധം ഇതുവരെ ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും, അവരോട് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം വട്ടപൂജ്യമായി നിൽക്കുകയാണ്. നമ്മുടെ രാജ്യം കൂപ്പുകുത്തി പണ്ടാരമടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് വേണം പറയാൻ. പട്ടിണിയാണ്, സാമ്പത്തിക തകർച്ചയാണ്, കൊറോണയാൽ നരകിക്കുകയാണ്. എല്ലായിടത്തും വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒപ്പം ചൈന ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ കാർന്നു തിന്നുകയാണ്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന രേഖകൾക്കനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ കയ്യേറിയിട്ട് ഇന്ത്യക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയുന്നു. എന്തിനു വേണം പറയാൻ? നേപ്പാൾ. ആരാണ് നേപ്പാൾ? നമ്മള് പാലും പഴവും കൊടുത്ത് വളർത്തിയ രാജ്യം. നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം തോളിൽ കയറ്റിവെച്ച ഒരു രാജ്യമാണ് നേപ്പാൾ. എന്തു വന്നു കഴിഞ്ഞാലും നേപ്പാളിനെ കൈയൊഴിയരുത്, കാരണം നേപ്പാൾ ഹിന്ദു രാഷ്ട്രമാണല്ലോ. ആ നേപ്പാളിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. കോടിക്കണക്കിന് രൂപ ഈ നരേന്ദ്രമോദി സർക്കാർ തന്നെ നേപ്പാളിന് കൊടുത്തു. ആ നേപ്പാൾ, ബീഹാർ നേപ്പാൾ അതിർത്തിക്കിടയിലുള്ള 3 പ്രദേശങ്ങൾ നേപ്പാൾ പറയുകയാണ് അത് ഞങ്ങളുടെ പ്രദേശമാണ്, ഞങ്ങളുടെ ഭൂപടത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ചോദ്യം ചെയ്യുമെന്ന് ചെറിയ രാജ്യമായ നേപ്പാൾ പറയുന്നു. ഈ സമയവും സംഘികൾ പറഞ്ഞു നടക്കുന്നത് 56 ഇഞ്ച് നെഞ്ചളവുള്ള ഒരുത്തൻ എണീറ്റ് നിന്നപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായി. അജിത് ഡോവലിനെ ജെയിംസ് ബോണ്ടിനോട് ഉപമിച്ചുകൊണ്ട് പറയുന്നു, അജിത് ഡോവൽ വന്നതുകൊണ്ട് ഈ രാജ്യമെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന്. പറയൂ, എവിടെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സ്വൈര്യമുള്ളത്? ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നു, നേപ്പാൾ ഇന്ത്യയെ ആക്രമിക്കുന്നു, സാമ്പത്തിക തകർച്ച ഇന്ത്യയെ വേട്ടയാടുന്നു. ഡോളർ നിരക്കിൽ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും, കച്ചവടമില്ല. ഉത്തരേന്ത്യയുടെ പല മേഖലകളിലും പട്ടിണിയുടെ കൊടുമുടിയിലാണ് ഈ രാജ്യം. ലോകത്തിന് മുന്നിൽ എങ്ങനെ പിന്നെ തല ഉയർത്തി നിൽക്കും? പറഞ്ഞു വരുന്നത് അന്ധമായ മോദി ഭക്തന്മാരും അന്ധമായ BJP ഭക്തന്മാരും അന്ധമായ തീവ്രവാദ ചിന്താഗതിയിലുമുള്ള ആളുകൾ തള്ളിമറിച്ച് ഈ രാജ്യത്തിനെ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വളരെ ഭീകരമായ, വളരെ തീവ്രമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഇന്ന് നിൽക്കുന്നുള്ളത്. ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് കരകയറണമെന്നുണ്ടെങ്കിൽ ഈ ഭരണം ഇല്ലാതാകണം. പുതിയ ഒരു ഭരണ സംവിധാനം വരണം. പുതിയ ഒരു ഭരണാധികാരി ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് വരണം. അല്ലാത്ത പക്ഷം ഇതുപോലെ ചെറിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ കാർന്നു തിന്നിട്ട് വെല്ലുവിളിച്ച് മുന്നോട്ട് വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും, നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.